ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ESI ലീവ് നമുക്ക് ഓൺലൈനിൽ വീട്ടിൽ ഇരുന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അതിന് താഴെ നമുക്ക് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ESI ലോഗിൻ അടിക്കുക. അന്നേരം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നമുക്ക് ഇൻഷുർഡ് പേഴ്സൺ എന്നുള്ള ആ ഇതിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഇൻഷുർഡ് പേഴ്സൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇത് ചോദിക്കും. അന്നേരം നമ്മൾ ഓക്കെ കൊടുത്ത് നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഇതിൽ ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ മാറ്റാം. ഇംഗ്ലീഷൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്താണ് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സൈനപ്പ് എന്നുള്ളത് താഴെ സൈനപ്പ് എന്നുള്ളതിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് ഇൻഷുർഡ് നമ്പർ എന്ന് പറയുന്നത് ഇതിലെ ഇൻഷുറൻസ് നമ്പർ നമ്മുടെ പേ സ്ലിപ്പിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പേ സ്ലിപ്പിൽ അങ്ങനെ കണ്ടില്ല എങ്കിൽ നമ്മുടെ HR കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് നമ്പർ കിട്ടും. അതുപോലെ നമ്മുടെ കമ്പനിയിൽ കൊടുത്തേക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യുക. ഇൻഷുറൻസിന് നമ്മൾ കൊടുത്തിരുന്ന നമ്പറുകളാണ് ഇതിൽ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത് ക്യാപ്ച കോഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സൈനപ്പ് ചെയ്യാൻ പറ്റും. ആ സൈനപ്പ് ചെയ്തതിൽ യൂസർ ID എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് നമ്പർ തന്നെയാണ്. പിന്നെ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതും പിന്നെ ആ ക്യാപ്ച കോഡ് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. മേളിൽ അതുപോലെ ഇൻഷുറൻസ് പേഴ്സൺ എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നാൾ ഇപ്പം ഒരു കുറേ നാൾ നമ്മൾ ഇത് യൂസ് ചെയ്തില്ല എങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ അല്ല, ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പുതിയത് പിന്നെയും ലോഗിൻ ചെയ്താണ് കയറേണ്ടത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആയി. അത് പിന്നെയും നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ പിന്നെയും ഇതിനകത്ത് കയറേണ്ടി വരും. വളരെ സിമ്പിളായിട്ട് തന്നെ ടൈമൊന്നും ഒത്തിരി നേരം എടുക്കത്തോലുമില്ല. നമുക്ക് വേഗത്തിൽ ചെയ്യാം. ഇത് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ESI ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റെഡിൽ കുറേ കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ടാവും. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ എന്തൊക്കെയുണ്ട്, നമ്മൾ പേഴ്സണലി നമ്മൾ ഇതിനകത്ത് എന്തെല്ലാം അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് എഴുതി കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് സാവധാനം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ലീവൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നതിനകത്ത് ക്ലെയിം ചെയ്യുമ്പോൾ ലാസ്റ്റ് റിമാർക്സ് P എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? അത് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനെയാണ് അങ്ങനെ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്ത് കാണുന്നതിലുണ്ടെങ്കിൽ നമ്മുടെ ESIയുടെ നിങ്ങളുടെ ഓഫീസ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് അവിടെ നമ്പർ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആ നമ്പറിൽ വിളിച്ച് നമ്മുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം കേട്ടോ. ഞാൻ കൊല്ലം ബ്രാഞ്ചിലും അടൂർ ബ്രാഞ്ചിലൊക്കെ പോവാറും ഇങ്ങനെ വിളിക്കാറും ഒക്കെ ഉണ്ട്. നല്ല രീതിയിലാണ് നമ്മളോട് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.